ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗലൂരിൽ. പോലീസ് എത്തുന്നതിന് തൊട്ടുമുൻപ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു. രാഹുൽ ഇവിടേക്കെത്തിയ കാർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാറിനൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഐഷത്തുൽ ഷംനയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഐഷത്തുൽ ഷംന, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് പുതുതായി കിട്ടിയിട്ടുണ്ട്? ഉന്മേഷ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ രാഹുൽ പാലക്കാട് ജില്ല വിട്ടു എന്നത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു സംശയം അത് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് പുതിയ സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഈ ബാംഗ്ലൂർ കർണാടക മേഖലകളിലൊക്കെ നേരത്തെ തന്നെ SIT സംഘം തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രാഹുൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലാണ്. കേരള പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപാണ് രാഹുൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഇതിൽ തന്നെ ഈ കേരള പോലീസ് ഉച്ചയോടുകൂടി എത്തുന്നു. അതിന് തൊട്ട് മുൻപ് രാവിലെ വരെ തങ്ങിയിരുന്ന രാഹുൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന ആളും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുകയാണ്. എന്തായാലും അവിടെ നിന്നുള്ള ഒരു ടീം കൂടി, ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം കൂടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ അന്വേഷണ സംഘത്തിന്റെ കൂടെ ജോയിൻ ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇവർ സംയുക്തമായി ആയിരിക്കും ഇനി രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുക. ഇതിൽ തന്നെ രാഹുൽ എവിടെയുണ്ട് എന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു എന്നാണ് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുകൂടി അന്വേഷണ സംഘം അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ രാഹുലിന്റെ സ്ഥലം ഉൾപ്പെടെ അത് നമ്മൾ വാർത്ത നൽകുമ്പോൾ അത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആ സ്ഥലം എവിടെ, ഏത് പ്രദേശം എന്നത് ഉൾപ്പെടെ അന്വേഷണ സംഘം നിലവിൽ പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ വാർത്ത മുഖേന അത്തരം ഒരു കാര്യം അറിയേണ്ട എന്നൊരു നിലപാടിലാണ്. എന്തായാലും ഈ രാഹുലിന്റെ തൊട്ട് പിന്നാലെ തന്നെ അന്വേഷണ സംഘം ഉണ്ട്, ആ പ്രദേശത്ത് ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന്, ഈ കാറിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഹുലിനൊപ്പം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒപ്പം ഉണ്ടാവുന്ന PA ഉൾപ്പെടെ, ഇവിടെയുള്ള പാലക്കാട്ടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ ഇല്ല. അവരൊക്കെ ഇപ്പോഴും MLA ഓഫീസിലും രാഹുലിന്റെ ഫ്ളാറ്റിലും ഒക്കെയായി തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ രാഹുലിന്റെ കൂടെയുള്ള പുതിയ സഹായി അതാരാകും എന്ന ഒരു അന്വേഷണം കൂടിയുണ്ട്. മറ്റൊന്ന്, നേരത്തെയൊക്കെ രാഹുൽ രക്ഷപ്പെട്ടത്, ഒളിവിൽ പോയത് ഈ നടിയുടെ ചുവന്ന പോളോ കാറിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ കാർ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണം നടത്തിയത്. ഇന്നലെ വരെയും അന്വേഷണം ഉണ്ടായിരുന്നത് ആ കാർ എവിടെ ഉപേക്ഷിച്ചു എന്നതടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. പിന്നീട് കാർ എവിടെ നിന്നും മാറി രാഹുൽ എത്തിയത് ഏത് കാറിൽ എന്നതടക്കം ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ബാംഗ്ലൂർ കർണാടക മേഖലകളിലായിരിക്കും കൂടുതൽ തെരച്ചിലുണ്ടാവുക, പൊള്ളാച്ചി മേഖലകളിലായിരിക്കും തെരച്ചിലുണ്ടാവുക. അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ അത് കോടതി നാളെ പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്ന നിലപാടിൽ തന്നെയാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതിനേക്ക് മുൻപായി എല്ലാ തെളിവുകളും ശേഖരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാഹുൽ ഫ്ളാറ്റിൽ നിന്നും കാറ് മാറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. ഇത്തരത്തിൽ ഈ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാൻ, അല്ലെങ്കിൽ അത് കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ എല്ലാ തരത്തിലും രാഹുലിലേക്ക് കൃത്യമായ തെളിവുകളോട് കൂടി എത്തി രാഹുലിന് ഈ ജാമ്യാപേക്ഷ അത് പൂർണ്ണമായും തള്ളുന്ന ഒരു ഘട്ടത്തിൽ ഈ അറസ്റ്റ് ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ടീം അത് തന്നെ ഈ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പാലക്കാടേക്ക് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം, അതിന് പുറമെ പാലക്കാടുള്ള പ്രത്യേക അന്വേഷണ സംഘം, ഇങ്ങനെ 2 ടീമാണ് കേരളത്തിൽ നിന്ന് പോയത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ തമിഴ്നാട് മേഖലകളിൽ നിന്നുകൂടി അന്വേഷണ സംഘം ജോയിൻ ചെയ്യുന്നത്. ബാംഗ്ലൂർ അടുത്ത് വരെയുള്ള പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഘം എത്തിയിരുന്നു. അവിടെ നിന്നുള്ള കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ രാഹുലിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഉന്മേഷ്, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.